മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. അമ്മയും കുഞ്ഞും തീവ്രപരിചരണ വിഭാഗത്തിൽ. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അനക്ക് മിടുക്കില്ലെന്ന് പറഞ്ഞിട്ട് മൂത്രമൊഴിച്ച് വരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മയും വലിയമ്മയും കുട്ടീനെ ഡോക്ടർക്ക് കൊണ്ടുപോയി. അപ്പോൾ മൂത്രം ഇരിക്കാൻ ഇരുന്നിട്ടില്ല. വലിയമ്മയോട് പറഞ്ഞ് വേദന ഉണ്ടെന്ന് പറഞ്ഞതോട് കൂടി കുട്ടി ഹോസ്പിറ്റലിലേക്ക് വീഴാനുണ്ടായത്. അമ്മയും വലിയമ്മയും അവിടെ ബോധം കെട്ട് വീണു. അമ്മ, അതായത് അമ്മായിയമ്മ, അമ്മയാണ് ക്ലോസറ്റിൽ കുട്ടീനെ കയ്യിൽ വാരിയെടുത്തത്. ഒരു ലേബർ റൂമിലേക്ക് പറഞ്ഞേക്കേണ്ട ആൾക്കാർ ഒരു നോക്കാതെ നിർബന്ധിച്ച് മൂത്രമൊഴിക്കാൻ പറഞ്ഞേക്കുക ചെയ്തത്. അപ്പോൾ ഡ്യൂട്ടിയിൽ ഡോക്ടർമാരില്ല, കുട്ടീനെ നോക്കുന്ന ഡോക്ടറും ഇല്ല, ലീവിലായിരുന്നു. പിന്നെ ഒരു നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്നാണ് കുട്ടി പറയുന്നത്. മൂത്രമൊഴിച്ച് വാ, അതുകൊണ്ടാണ് എനിക്ക് അവിടെ തടച്ചിൽ വരുന്ന, മൂത്രമൊഴിച്ച് വാന്ന് നിർബന്ധിച്ച് പറഞ്ഞു. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇനി നമ്മൾക്ക് വന്നു, ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. പിന്നെ അതിന് ശേഷം ഓല് ഞങ്ങളാരും പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഓല് പിന്നെ ചില ജീവനക്കാർ മോശമായിട്ട് പിന്നെ പെരുമാറി. ഓല് പിന്നെ ഇപ്പോൾ ഇത് ഇവിടെ നിന്നല്ല സംഭവിച്ചത്, നിങ്ങൾക്ക് വണ്ടി പിന്നെ ബസ്സിൽ നിന്നോ അങ്ങനെ വേറെ വാഹനത്തിൽ നിന്നൊക്കെ ആകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഓലങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു വന്ന തെറ്റിന് പിന്നെ അത് എന്തായാലും സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ ഒരു സമാധാനിക്കല്ലേ ചെയ്യേണ്ടത്. ഓലങ്ങനെയല്ല ചെയ്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ദളിത് യുവതിക്ക് ക്ലോസറ്റിൽ പ്രസവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി KT സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? സോമി, മഞ്ചേരി സ്വദേശിനിയായ ദളിത് യുവതിയാണ് ആശുപത്രിയിലെ ക്ലോസറ്റിൽ പ്രസവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് യുവതിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നത്. കൂടെ യുവതിയുടെ അമ്മയും ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നഴ്സുമാർ എത്തിയിരുന്നതല്ലാതെ നിരീക്ഷിക്കാനോ സഹായിക്കാനോ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് രാവിലെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ നഴ്സ് വന്നപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നഴ്സിൽ നിന്ന് അനുമതി വാങ്ങിയാണ് ബാത്റൂമിലേക്ക് പോയത്. അവിടെയാണ് പ്രസവം നടക്കുന്നത്. എന്നാൽ പിന്നീട് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അമ്മ ചെന്നാണ് ക്ലോസറ്റിൽ നിന്ന് കുഞ്ഞിനെ വലിച്ച് പുറത്തെടുത്തത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. അമ്മയും കുഞ്ഞും ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. ഇവർക്ക് അപകട നിലയൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോമി, സ്വാലിഹ്, വലിയ ആരോപണങ്ങൾ തന്നെയാണ്. അതായത് പ്രസവം അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോവാൻ പറഞ്ഞു വിടുക, ഒരു നേഴ്സിന്റെ പോലും സഹായമില്ലാതിരിക്കുക, ടോയ്ലറ്റിൽ പ്രസവിച്ച ആ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് അവരുടെ അമ്മയാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു. വലിയ ഗുരുതരമായ വീഴ്ചയാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമൊക്കെ എങ്ങനെയാണ്? സോമി, ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു പ്രതികരണവും നൽകിയിട്ടില്ല. ആശുപത്രി സൂപ്രണ്ടിനോട് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം ഈ സമയത്ത് മെറ്റേണിറ്റി ഡോക്ടർമാരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഴ്സുമാർ മാത്രമാണ് സംഭവ സമയത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണവും വളരെ കുറവാണ്, നഴ്സുമാരുടെ എണ്ണവും കുറവാണ്. അവധി ദിനങ്ങൾ, അടുത്തടുത്തുള്ള അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ പലരും ലീവെടുത്തു പോയ ഒരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. യുവതിയെ നിരീക്ഷിക്കാനോ സഹായിക്കാനോ ആ സമയത്ത് നഴ്സുമാരാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ബന്ധുക്കൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത്. യുവതി ബാത്റൂമിലേക്ക് തനിച്ച് തന്നെയാണ് പോയത്. ഇന്നലെ രാത്രി മുതൽ ഒരുപക്ഷെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷിക്കേണ്ട യുവതിയെയാണ് അവിടെ ഉണ്ടായിരുന്ന നഴ്സ് ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെച്ചാണ് പ്രസവം നടക്കുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന യുവതി അപ്പോൾ തന്നെ ബോധരഹിതരായി വീണു എന്നാണ് ദൃക്സാക്ഷികളും ആ സമയത്ത് വാർഡിലുണ്ടായിരുന്നവരെല്ലാം പറയുന്നത്. ഇത് കണ്ട് അമ്മ ഓടിച്ചെന്നാണ് കുഞ്ഞിനെയും പുറത്തേക്ക് എടുക്കുന്നത്. തുടർന്ന് ഉടനെ തന്നെ നഴ്സുമാരെല്ലാം എത്തി തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. സോമി,
സ്വാലി, ഇപ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സ്ഥിതി എങ്ങനെയാണ്? അപകട നിലയൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. പ്രസവം കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവരെ വാർഡിലേക്ക് മാറ്റുമെന്ന് പറയുന്നുണ്ട്. കുഞ്ഞിന് അണുബാധയോ മറ്റോ ഉണ്ടോ എന്ന നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കുഞ്ഞുള്ളത്. എന്നാലും ഒരു അപകടകരമായ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. സോമി, മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ദളിത് യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. അമ്മയും കുഞ്ഞും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയിൽ നാടകീയ സംഭവങ്ങൾ. അഖിലേഷ് യാദവിനെയും രാംഗോപാൽ യാദവിനെയും പാർട്ടിയിൽ തിരിച്ചെടുത്തു. ഭരണമുന്നണിയിലെ ഭൂരിപക്ഷം MLA-മാരും പിന്തുണ അഖിലേഷ് യാദവിന് നൽകിയ സാഹചര്യത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ M സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സോമി, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നാടകീയ സംഭവങ്ങളാണ് സമാജ്വാദി പാർട്ടിയിൽ അരങ്ങേറിയത്. ഇന്നലെ വൈകുന്നേരം പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയായ അഖിലേഷ് യാദവിനെയും പാർട്ടി ജനറൽ സെക്രട്ടറിയും സഹോദരനുമായ രാംഗോപാൽ യാദവിനെയും പാർട്ടിയിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കുന്നതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇരു വിഭാഗങ്ങളുടെയും അണികൾ പോലും പരസ്പരം പ്രതിഷേധവും അല്ലെങ്കിൽ സംഘർഷവുമായി രംഗത്തിറക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അഖിലേഷ് യാദവ് MLA-മാരുടെ യോഗം വിളിച്ചു. ഈ യോഗത്തിൽ പങ്കെടുത്താൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവ് ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭീഷണി വകവയ്ക്കാതെ 195 MLA-മാർ, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന MLA-മാരും അഖിലേഷ് യാദവിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് മുലായം സിംഗ് യാദവ് ദൂതനായി അസം ഖാനെ, പാർട്ടിയുടെ മുതിർന്ന നേതാവ് അസം ഖാനെ അഖിലേഷിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും തുടർന്ന് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും തമ്മിൽ ചർച്ച നടക്കുകയും ചെയ്തത്. അതിനുശേഷം മുലായം സിംഗ് യാദവും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവുമായി മറ്റൊരു ചർച്ചയും നടന്നു. ഇതിനുശേഷമാണ് അഖിലേഷിനെയും രാംഗോപാൽ യാദവിനെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ശിവപാൽ യാദവ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളെ UP തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ UP-യിൽ നിന്നും ഈ തിരഞ്ഞെടുപ്പോടുകൂടി കെട്ടുകെട്ടിക്കുമെന്നും ശിവപാൽ യാദവ് പറഞ്ഞു. എന്നാൽ എന്തൊക്കെ സമവായങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായ വ്യക്തത കൈവന്നിട്ടില്ല. അതിൽ ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായ സ്ഥാനാർത്ഥി പട്ടിക, അതായത് ശിവപാൽ യാദവ് വിഭാഗവും അഖിലേഷ് യാദവും സ്വന്തം നിലയിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പകരം ഇരുവരും കൂടിയാലോചനകൾക്ക് ശേഷം പാർട്ടി ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാം എന്നുള്ള തീരുമാനത്തിൽ മുലായം സിംഗ് യാദവ് എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ അമർ സിംഗിനെ പുറത്താക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള സൂചനയുമുണ്ട്. M സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക നടപടികൾ ഉണ്ടായേക്കും. അതേസമയം ATM-കളിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക 4500 രൂപയാക്കി ഉയർത്തി. ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയായ 24,000 രൂപയിൽ മാറ്റം ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുക? എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? രാജ്യം കടക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. 7:30 ശേഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന സൂചനകൾ ദൂരദർശനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിലില്ല. കണ്ണുകളും ഇപ്പോൾ പ്രധാനമന്ത്രിയിലേക്ക് തന്നെ. രാജ്യം ഉറ്റുനോക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് അത് പരിഹരിക്കാൻ എന്ത് പാക്കേജ് ആയിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. ചെറുകിട കച്ചവടക്കാർ, കർഷകർ തുടങ്ങിയവർ ഏറെ ദുരിതത്തിലാണ്. ഇവർക്ക് അദ്ദേഹം എന്തെങ്കിലും പാക്കേജുകൾ പ്രഖ്യാപിക്കുമോ? കൂടാതെ ഓൺലൈൻ ഇടപാടുകളുടെ പ്രോത്സാഹനത്തിനായുള്ള പദ്ധതികളും ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിനുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ രാജ്യം. ഇതിനിടയിൽ റിസർവ് ബാങ്ക് തന്നെ നേരത്തെ ഏർപ്പെടുത്തിയ ചില നിയന്ത്രണങ്ങൾ ഭാഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ATM-ൽ നിന്നും ഒരാൾക്ക് പിൻവലിക്കാവുന്ന തുക 2500 നിജപ്പെടുത്തിയിരുന്നു. ഇത് 4500 ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയിലോ മറ്റു നിയന്ത്രണങ്ങളിലോ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്.
നോട്ടുകൾ വിദേശത്ത് അച്ചടിക്കാൻ നൽകിയതുവഴി വൻ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർലമെന്റ് സമിതിയുടെ എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര നീക്കം. ആഭ്യന്തര മന്ത്രാലയം കരിമ്പട്ടികയിൽപ്പെടുത്തിയ DLRU എന്ന കമ്പനിക്കാണ് അച്ചടി കരാർ നൽകിയത്. ഈ കമ്പനിയും മോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. DLRU എന്ന ബ്രിട്ടീഷ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി, ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ DLRU കമ്പനിയുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കണം. നോട്ട് പ്രതിസന്ധി 50 ദിവസം പിന്നിട്ടിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. ജനങ്ങൾ കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് മോദി വിളിച്ചു വരുത്തുന്നത്. ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതായും സുധീരൻ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ATM-ൽ നിന്നും പിൻവലിക്കുന്ന പണത്തിന്റെ തോതിൽ ചില വ്യത്യാസം വന്നതല്ലാതെ ഇത്ര നിരുത്തരവാദപരമായി ഒരു രാജ്യത്തിന്റെ ഭരണം, ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ഇതുപോലെ കൈകാര്യം ചെയ്തൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ജനദ്രോഹപരമായ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദി പമ്പര വിഡ്ഢിത്തം ചെയ്തിട്ട് വീണ്ടും ജനങ്ങളെ അനുദിനം വിഡ്ഢികളാക്കി മാറ്റുന്ന പ്രഖ്യാപനങ്ങളുടെ പരമ്പരകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രക്ഷോഭം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭമാണ് ഈ കാര്യത്തിൽ. അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. അനർഹരെ കണ്ടെത്താനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ്. പെൻഷൻ മുടങ്ങിയവർക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ നൽകും. പെൻഷൻ ലഭിക്കാത്തവർ തിരിച്ചറിയൽ രേഖയും സത്യവാങ്മൂലവും ഹാജരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 49.5 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്നു. ഇതില് ഇരട്ടിപ്പുണ്ട്, അനർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പം മുന്നിട്ടുണ്ട്. ഇതാകെ പരിശോധിച്ച് അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷൻ നൽകാം. അങ്ങനെ അനർഹതയെ മറ്റും ഒഴിവാക്കുമ്പോൾ ഇന്നത്തേതിനേക്കാൾ പെൻഷൻ ഗണ്യമായിട്ട് ഉയർത്താനും പറ്റും. ഇപ്പം 1000 ആക്കി, ഇനി അതിനേക്കാൾ കൂടുതൽ ഉയർത്താം. ഇന്നത്തുള്ള അരാജക അവസ്ഥ അവസാനിപ്പിക്കാൻ പറ്റും. അപ്പം ഇതിനുള്ള മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്ത് വളരെ ഉദാരമായിട്ട് എന്താണോ അവകാശപ്പെടുന്നത് അവകാശം അംഗീകരിച്ചുകൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. 3500 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്യും. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 പെൻഷൻ അർഹത ഉണ്ടാവില്ല. KSRTCയിൽ ജനുവരിയിലും ശമ്പളവും പെൻഷനും വൈകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ UDF സർക്കാരാണ് KSRTCയെ തകർത്തതെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTCയെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. അണ്ണാ-DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശശികല ഏറ്റെടുത്തു. റോയൽപേട്ടയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല പാർട്ടി അമരത്വം ഏറ്റെടുത്തത്. AADMK 100 വർഷം തമിഴ്നാട് ഭരിക്കുമെന്ന് ശശികല പറഞ്ഞു. ഏകപക്ഷീയമായി തന്നെ തെരഞ്ഞെടുത്തതിൽ പാർട്ടി പ്രവർത്തകരോട് ശശികല നന്ദിയും അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല ജനറൽ സെക്രട്ടറിയായി പദവി ഏറ്റെടുത്തത്. റോയപ്പേട്ടയിലെ MGRന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിനു ശേഷമാണ് ശശികല ചടങ്ങിലേക്ക് എത്തിയത്. ജയലളിത നയിച്ച പാതയിലൂടെ പാർട്ടിയെ നയിക്കുമെന്ന് ശശികല പറഞ്ഞു. ജയലളിതയുടെ വിയോഗത്തോടെ തമിഴ്നാട് അനാഥമായെന്നും അവർ പറഞ്ഞു. അടുത്ത 100 വർഷം AIADMK തമിഴ്നാട് ഭരിക്കുമെന്നും തന്റെ ജീവിതം ഇനി തമിഴ് ജനതയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണെന്നും ശശികല പറഞ്ഞു. നമ്മമ്മ
எந்த வேகத்தில் இந்த இயக்கத்தை வழிநடத்தினார்களோ அதே வேகத்தோடு எந்த இராணுவ கட்டுப்பாட்டோடு அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்தை நம் அம்மா வைத்திருந்தார்களோ அதில் கடுகளவும் குறையாத அதே கட்டுப்பாட்டோடு உழைக்கும் தொண்டர்களுக்கு உயர்வளித்து அழகு பார்க்க எந்த அளவுகோலை நம் அம்மா கொண்டிருந்தார்களோ அந்த அளவுகோலோடு நம் அம்மா காட்டிய வழியில் இருந்து இம்மி கூட விலகாமல் இந்த இயக்கத்தை கொண்டு செலுத்துவோம். ശശികലയെ ജനറൽ സെക്രട്ടറിയായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ കൗൺസിലിൽ പാസാക്കിയിരുന്നു. ശശികലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാമെന്ന് AIADMK നേതൃത്വം അംഗീകരിക്കുന്ന പ്രമേയമാണ് പാസാക്കിയത്. പാർട്ടിയിൽ ചിന്നമ്മ എന്നാണ് ശശികല നടരാജൻ അറിയപ്പെടുന്നത്. 32 വർഷക്കാലം അമ്മയുടെ തൊഴിലായി പ്രവർത്തിച്ചു എന്നതാണ് ശശികലയുടെ ഗുണമായി AIADMK വാഴ്ത്തുന്നത്. പാർട്ടി അംഗമായി കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലാത്തവർ ജനറൽ സെക്രട്ടറി ആകരുതെന്നാണ് AIADMKയുടെ ചട്ടം. ഇത് ഭേദഗതി ചെയ്താണ് ശശികലയെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്. പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സഹകരണ സംഘത്തിലെ അഴിമതിയെ തുടർന്നാണ് നടപടി. DCP ശിവവിക്രമമാണ് സസ്പെൻഡ് ചെയ്തത്. അഴിമതി വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 5 മാസം പിന്നിടുമ്പോഴാണ് പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. നേരത്തെ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിനെ ചോദ്യം ചെയ്ത് അജിത്ത് കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയിരുന്നു. എന്നാൽ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്നും കാട്ടി സർക്കാർ കോടതിയിൽ നിന്നും സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അജിത്തിനെ സസ്പെൻഡ് ചെയ്യരുതെന്ന് മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ റെജി ജേക്കബ് റിപ്പോർട്ടും നൽകിയിരുന്നു. ഇത് സർക്കാർ തള്ളി. തുടർന്ന് നീണ്ട ആലോചനകൾക്ക് ശേഷം DCP ശിവവിക്രമാണ് GR അജിത്തിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പീപ്പിൾ TVയാണ് പുറത്തുവിട്ടത്. 2015 സെപ്റ്റംബർ 22 ചേർന്ന ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാട്ടിയതായി വിജിലൻസ് സഹകരണ സംഘം പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. അന്നേ ദിവസം എടുത്ത 7-ാം തീരുമാനവും 10-ാം തീരുമാനവും അടങ്ങിയ പേജിന് പകരമായി മറ്റൊരു പേജ് കൂട്ടിച്ചേർത്ത് വ്യാജരേഖ സൃഷ്ടിച്ചതായി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും വിജിലൻസ് SIയുമായ M സോമനാഥന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. സംഘം പ്രസിഡന്റിന്റെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ വിജിലൻസ് SPക്ക് കൈമാറിയിരുന്നു. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഭരണസമിതിക്കെതിരെ പ്രസിഡന്റ് തന്നെ പരാതി നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അന്ന് ഞെട്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. പുതുവത്സരാഘോഷങ്ങൾക്കായി കൊച്ചി ഒരുങ്ങി. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പപ്പാഞ്ഞി കത്തിക്കൽ കൂടാതെ സ്വകാര്യ ഹോട്ടലുകൾ ഒരുക്കുന്ന ആഘോഷ പരിപാടികളും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. പോലീസ് ഒരുക്കിയ വൻ സുരക്ഷയുടെ നടുവിലാണ് ഇക്കുറി കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുക. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി രാത്രി 12-ന് നടക്കുന്ന പപ്പാഞ്ഞി കത്തിക്കലാണ് പ്രധാന ആഘോഷം. ഇതിനായി 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി തയ്യാറായി കഴിഞ്ഞു. മുൻ വർഷങ്ങളിൽ ആഘോഷങ്ങൾ നടന്ന കടലോരം കടലെടുത്തുപോയതിനാൽ ഇത്തവണ ബാസ്റ്റിൻ ബംഗ്ലാവിനും കൊച്ചിൻ ക്ലബിനും സമീപത്തെ കടലോരത്താണ് പപ്പാഞ്ഞി കത്തിക്കുന്ന ചടങ്ങും മറ്റ് ആഘോഷങ്ങളും നടക്കുക. ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങുകയാണ്. ഇന്ന് നാളെ രാവിലെ വരെ ആഘോഷം തന്നെയാണ്. ഇന്ന് രാത്രി ഉറക്കമില്ല. ഒരു വീടല്ല, ഒരു സ്ട്രീറ്റ് അല്ല, ഒരു നാടല്ല, ലോകമെമ്പാടുമുള്ള വിദേശികൾ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഒപ്പം വിവിധ ക്ലബ്ബുകളും വൻകിട ഹോട്ടലുകളും പുതുവത്സരാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കി. ബീച്ചിലും പരിസരങ്ങളിലുമായി 180 നിരീക്ഷണ ക്യാമറകൾ, 3 വാച്ച് ടവറുകൾ, പൂവാലശല്യം തടയാൻ 50 വനിതാ പോലീസ്, അങ്ങനെ വൻ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വിദേശികൾക്കായി പ്രത്യേക സുരക്ഷയും പ്രത്യേക സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട്. DCPയുടെ നേതൃത്വത്തിൽ 3 SPമാർ, 6 CIമാർ, 40 SIമാർ ഉൾപ്പെടുന്ന 500 അംഗ സേനയെയാണ് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് മാത്രമായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിലും എരുമേലിയിലും പുതിയ പോലീസ് ബാച്ച് ചുമതലയേറ്റു. 2980 പോലീസുകാരാണ് സുരക്ഷയ്ക്കുള്ളത്. സന്നിധാനത്ത് 12 DYSPമാരും 30 CIമാരും 100 SI ASIമാരും 1325 പോലീസുകാരെയുമാണ് സുരക്ഷാ ചുമതലയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. തങ്കയങ്കി ചാർത്തി ദീപാരാധന തൊഴുത ദിവസം ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും സന്നിധാനത്തും മാളികപ്പുറത്തും സുരക്ഷ വർദ്ധിപ്പിച്ചതും. തീർത്ഥാടകരുടെ സേവകരെന്ന നിലയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നും വാക്കുകളിൽ പോലും മര്യാദ കാട്ടണമെന്നുമാണ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. ജോലിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും അയ്യപ്പന്മാരെന്നും മാളികപ്പുറങ്ങളെന്നും മണികണ്ഠന്മാരെന്നും മാത്രമേ അഭിസംബോധന ചെയ്യാവൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. പമ്പയിൽ 8 DYSPമാരും 18 CIമാരും 80 SI ASIമാരും
960 പോലീസുകാരും 13 വനിതാ പോലീസുകാരുമാണുള്ളത്. എരുമേലിയിൽ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 6 സിഐമാരും 63 SI ASIമാരും 358 പോലീസുകാരും 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ജോലിക്കുണ്ട്. കർണാടക പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് എത്തും. പമ്പയിലും സന്നിധാനത്തുമായി 80 പേരാണ് ജോലി നോക്കുന്നത്. 12 ASIമാരും 68 പോലീസുകാരുമാണ് പുതിയ ബാച്ചിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 64 പേർ സന്നിധാനത്തുണ്ട്. അഗ്നിശമന രക്ഷാസേനയുടെ 4ാമത് ബാച്ചും ചുമതലയേറ്റിട്ടുണ്ട്. സന്നിധാനത്ത് കേരള, തമിഴ്നാട്, കർണാടക പോലീസും ദ്രുതകർമ്മസേനയും കേരള പോലീസ് കമാൻഡോകളും ദേശീയ ദുരന്ത നിവാരണ സേനയും റിസർവ് പോലീസും തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ രംഗത്തുണ്ട്. വിജേഷ് നടുവിൽ, സന്നിധാനം.